കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കാൻ പുതുനിര. കെ.പി.സി.സി പ്രസിഡന്റായി സണ്ണി ജോസഫ് എം.എൽ.എയും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. യു.ഡി.എഫ് കൺവീനറായി അടൂർ പ്രകാശ് എം.പിയും ഇന്ന് ചുമതലയേറ്റു. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫിനെ അധികാരത്തിലെത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ നേതൃത്വത്തിന്റെ ഉറപ്പ്. സണ്ണി ജോസഫ് അവர்கள் ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും സണ്ണി ജോസഫ് അവர்கள் ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കെ സുധാകരന്റെ പിൻഗാമിയായി കെ.പി.സി.സിയുടെ 38ാം അധ്യക്ഷ പദവി സണ്ണി ജോസഫ് എം.എൽ.എ ഏറ്റെടുത്തു. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല. കോൺഗ്രസ് മൈനസ് എന്നാൽ വട്ടപൂജ്യമാണെന്ന് ഓർക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത കെ.സി. വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല. കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ലക്ഷ്യം 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 26 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും. CPIM-നെ താഴെയിറക്കുമെന്നും സണ്ണി ജോസഫ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകാനുള്ളതാകരുതെന്ന് ഓർമ്മിപ്പിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. നമുക്ക് ചർച്ചകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതയിലേക്ക് പോകുവാൻ വേണ്ടിയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കണം. പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ചുമതലയേറ്റെടുത്ത് സംസാരിച്ചു. KPCCയുടെ പുതിയ ടീം നാളെ ഡൽഹിയിൽ AICC നേതാക്കളുമായി ചർച്ച നടത്തും. 24 തിരുവനന്തപുരം.